എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭൗതിക ശാസ്ത്രം രസതന്ത്രം ഈ ഭാഗത്തിൽ നിന്ന് LGS പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം, ജൂൾ, ന്യൂട്ടൺ, പാസ്കൽ. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഓപ്ഷൻ സി ന്യൂട്ടൺ. അടുത്ത ചോദ്യം, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 4 ഡയോപ്റ്റർ, 40 ഡയോപ്റ്റർ, 25 ഡയോപ്റ്റർ, 2.5 ഡയോപ്റ്റർ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവറാണ് 4 ഡയോപ്റ്റർ. ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കാർബൺ 12, കാർബൺ 14, കാർബൺ 13 ഇവയൊന്നുമല്ല. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 14. അടുത്ത ചോദ്യം, ഒരു കുതിര ശക്തി എന്നത് 1 ഹോഴ്സ് പവർ എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു കുതിര ശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ് 1 ഹോഴ്സ് പവർ. ഓക്കെ, ഓപ്ഷൻ ഡി 746 വാട്ട്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. അടുത്തത്, ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊന്നുമല്ല. ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? വജ്രം, ഗ്രാഫൈറ്റ്, കൽക്കരി, ഫുള്ളറിൻ. ഏതാണ് തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം? കൽക്കരിയാണ്, കൽക്കരി. അടുത്ത ചോദ്യം, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എല്ലാ ധാതുക്കളും അയിരാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നത് ആകണം. ഈ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2-3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. എല്ലാ ധാതുക്കളും അയിരാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ 2, 3 മാത്രം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തത്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു, വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു, വൈദ്യുതോർജം രാസോർജമാകുന്നു, ഇവയൊന്നുമല്ല. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജം ആകുന്നു. അടുത്ത് നോക്കാം, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ വായിക്കാം.
വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതും ശരിയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കണം. പട്ടികയിൽ വസ്തുക്കളും അതിൻ്റെ pH മൂല്യവും തന്നിട്ടുണ്ട്. തേയില 5, ചാരം 4, കുടിവെള്ളം 8, സോപ്പ് 11. പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തേയില ആൽക്കലി സ്വഭാവം കാണിക്കും, കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും, ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും, സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും. ഈ പട്ടിക നിരീക്ഷിച്ചിട്ട് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നുള്ളത് ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഏത് തരം ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്? ഫ്ലിൻറ്റ് ഗ്ലാസ്, സോഡ ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്, ബൊറോസിലിക്കേറ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ്. അടുത്തത്, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത ചോദ്യം, പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഘർഷണ ബലം, വിസ്കസ് ബലം, പ്രതല ബലം, കാന്തിക ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. അടുത്ത ചോദ്യം നോക്കാം. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത് ജലം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, മെർക്യൂറിക് ഓക്സൈഡ്. ഏതാണ്? മെർക്യൂറിക് ഓക്സൈഡ് ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം pH 7. അടുത്തത്, ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഈ കൊടുത്തിട്ടുള്ളവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ. ഇവയിൽ ഏതാണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എപ്പോൾ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എപ്പോൾ? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽഷ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ. ഇവയിൽ ഏതിൻ്റെ പ്രവർത്തനം മൂലമാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര് ഏത്? ബോക്സൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ, ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ്. അടുത്തത്, പാരപ്പറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം ഏത്? പാരപ്പറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം ഏത്? ഗതികോർജവും സ്ഥിതികോർജവും ഒരുപോലെ വർദ്ധിക്കുന്നു, ഗതികോർജവും സ്ഥിതികോർജവും ഒരുപോലെ കുറയുന്നു, ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കുറയുന്നു, സ്ഥിതികോർജം വർദ്ധിക്കുന്നു. കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. അടുത്ത ചോദ്യം,
ദൃശ്യപ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്ത്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ആണ് ഏത്? പ്രകീർണനം. അടുത്ത ചോദ്യം, ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, ആർഗൺ, നിയോൺ, ഹൈഡ്രജൻ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഏത്? ആർഗൺ. അടുത്ത ചോദ്യം, ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ, ഡെസിബൽ, വാട്ട്. ഏതാണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്? ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. മാർബിളിന്റെ രാസനാമം കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മാർബിളിന്റെ രാസനാമം ഓപ്ഷൻ ബി, കാൽഷ്യം കാർബണേറ്റ്. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് മാർഗം മുഖേനയാണ്? സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് മാർഗം മുഖേനയാണ്? സംവഹനം, വികിരണം, ചാലനം, വിസരണം. ഏതാണ്? ഓപ്ഷൻ ബി, വികിരണം. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ഏത്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ. ഏതാണ്? ന്യൂട്രോൺ ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ. അടുത്ത ചോദ്യം, ടോർച്ചിലെ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിലെ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം ഇവയൊന്നുമല്ല. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അടുത്ത ചോദ്യം, ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പ്, ഇരുമ്പ്, അലൂമിനിയം, കാൽഷ്യം. ഏതിന്റെ അയിരാണ് ബോക്സൈറ്റ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അടുത്ത ചോദ്യം, അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണ് ഉള്ളത്? അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണ് ഉള്ളത്? ഗതികോർജം, യാന്ത്രികോർജം, താപോർജം, സ്ഥിതികോർജം. ഏത് ഊർജമാണ്? സ്ഥിതികോർജം. ഓപ്ഷൻ ഡി, സ്ഥിതികോർജം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത് ഏത്? താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത് ഏത്? ഹീലിയം, ആർഗൺ, നൈട്രജൻ, നിയോൺ. ഏതാണ്? ഓപ്ഷൻ സി, നൈട്രജൻ ആണ് ഈ കൊടുത്തിരിക്കുന്നവയിൽ അലസവാതകം അല്ലാത്തത്. അടുത്ത ചോദ്യം, വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ലെഡ്. ലെഡ് ലോഹമാണ് വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം തോറിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, ടൈറ്റാനിയം. ഏതാണ്? ഓപ്ഷൻ ഡി, ടൈറ്റാനിയമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതിനാണ് അറ്റോമിക മാസും അറ്റോമിക സംഖ്യയും തുല്യമായിട്ടുള്ളത്? അറ്റോമിക മാസും അറ്റോമിക സംഖ്യയും തുല്യമായിട്ടുള്ളത് ഹൈഡ്രജൻ ആണല്ലേ? ഹൈഡ്രജൻ ആണ്. അടുത്തത്, പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടുന്നു, കുറയുന്നു, ഇരട്ടിയാകുന്നു, വ്യത്യാസപ്പെടുന്നില്ല. പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിനനുസരിച്ച് ഓപ്ഷൻ ബി, കുറയുന്നു. അടുത്ത ചോദ്യം, ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ, മാനോമീറ്റർ, ഹൈഗ്രോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാണ് ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം?
ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. അടുത്തത് ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങൾ ആയിട്ടാണ്? ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങളായിട്ടാണ്? അനുപ്രസ്ഥ തരംഗം, ഹ്രസ്വ തരംഗം, ദൈർഘ്യതരംഗം, ദീർഘതരംഗം. ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് അനുപ്രസ്ഥ തരംഗങ്ങളായിട്ടാണ്. ഓപ്ഷൻ എ അനുപ്രസ്ഥ തരംഗം. അടുത്ത ചോദ്യം, ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? ഹലജൻ കുടുംബം, കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ കാർബൺ കുടുംബത്തിൽ, ഓപ്ഷൻ ബി കാർബൺ കുടുംബത്തിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം, ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഇൻഫ്രാസോണിക് തരംഗം, അൾട്രാസോണിക് തരംഗം, സൂപ്പർസോണിക് തരംഗം, ഗാമ തരംഗം. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. അടുത്ത ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് താപനില എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത ചോദ്യം, സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു, സ്ഥിരമായി നിൽക്കുന്നു, കൂടി വരുന്നു, ആദ്യം കുറഞ്ഞ് പിന്നെ കൂടുന്നു. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിന് അനുസരിച്ച് കുറഞ്ഞു വരുന്നു. അടുത്തത്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? സൾഫ്യൂറിക് ആസിഡിനെയാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ എത്ര ദൂരം സഞ്ചരിക്കും? 5 ലക്ഷം കിലോമീറ്റർ, 1 ലക്ഷം കിലോമീറ്റർ, 3 ലക്ഷം കിലോമീറ്റർ, 2 ലക്ഷം കിലോമീറ്റർ. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വയ്ക്കുമ്പോഴാണ്? ഭൂകേന്ദ്രത്തിൽ, അന്തരീക്ഷത്തിൽ, ഭൂമധ്യരേഖയിൽ, ധ്രുവങ്ങളിൽ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ്. ഓപ്ഷൻ ഡി ധ്രുവങ്ങളിൽ. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ പിതാവ് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ്. അടുത്ത ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ഹെർട്സ്, വാട്ട്സ്, ന്യൂട്ടൺ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. അടുത്തത്, വൈദ്യുത ബൾബിൽ ഊർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ ഊർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ശബ്ദോർജവും പ്രകാശോർജവും, ഗതികോർജവും താപോർജവും, പ്രകാശോർജവും താപോർജവും, പ്രകാശോർജവും സ്ഥിതികോർജവും. വൈദ്യുത ബൾബിൽ ഊർജം ഏതൊക്കെ ഊർജങ്ങളായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്? പ്രകാശോർജവും താപോർജവുമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ സി പ്രകാശോർജവും താപോർജവും. അടുത്തത്, ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. അടുത്ത ചോദ്യം, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലം ഏത്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം, ഘർഷണ ബലം,
പ്രതലബലം, ഇലാസ്തികത ബലം. ഏതാണ്? ഓപ്ഷൻ ബി, ഘർഷണ ബലം. അടുത്തത്, ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 ഗുണം 10⁵5 km/s. 3 × 10⁵5 km/s ആണ് പ്രകാശത്തിന്റെ വേഗത. ഇവിടെ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത. അടുത്തത്, പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? സമയം, വേഗത, മാസ്, ദൂരം. പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഭാഗവും തീർത്തിരിക്കുകയാണ്. നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.